بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سورة التغابن ആണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അത്തഗാബുൻ എന്ന് പറഞ്ഞാൽ ഗബൻ, വെളിപ്പെടുക അഥവാ നഷ്ടം വെളിപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സൂറത്ത് മദനിയായ സൂറത്താണ്, മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير. هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. يعلم ما في السماوات ويعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذات الصدور. الله سبحانه وتعالى പറയുന്നു, يسبح لله ما في السماوات وما في الأرض. يسبح لله يسبح لله ما في السماوات وما في الأرض. يسبح لله, അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. മാ ഫി സമാവാതി, ആകാശങ്ങളിലുള്ളതെന്തോ അതെല്ലാം, വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതെന്തോ അതെല്ലാം. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അല്ലാഹുവിനാകുന്നു മുൽക്ക്, എല്ലാ ആധിപത്യവും അധികാരവും അല്ലാഹുവിനാണ്. വലഹുൽ ഹംദ്, അതോടൊപ്പം എല്ലാ ഹംദും എല്ലാ സ്തുതിയും അവനാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ, അല്ലാഹു, അവൻ അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഖദീറുൻ, കഴിവുള്ളവനാകുന്നു. ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത് തസ്ബീഹ് കൊണ്ടാണ്. അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഒന്നിലധികം സൂറത്തുകൾ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅ, സബ്ബഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം എന്ന് തുടങ്ങിയ സൂറത്താണ്. എന്നാൽ ഖുർആനിൽ നമ്മൾ തുടക്കം മുതലെടുത്താൽ തസ്ബീഹ് കൊണ്ട് ആരംഭിച്ചിട്ടുള്ള സൂറത്തുകളിൽ അവസാനത്തേതാണിത്, അത്തഗാബുൻ. തസ്ബീഹ് കൊണ്ട് ആരംഭിച്ചിട്ടുള്ള സൂറത്തുകളിൽ അവസാനത്തേതാണ് അത്തഗാബുൻ. ഇതിനു ശേഷം പിന്നെ ഖുർആനിൽ തസ്ബീഹ് കൊണ്ട് ആരംഭിച്ച ഒരു സൂറത്തില്ല. യുസബ്ബിഹു ലില്ലാഹ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. സബ്ബഹ എന്നാൽ അല്ലാഹുവിനെ അവൻ പരിശുദ്ധനാണെന്ന് പറയുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇത് എന്തിനെ കുറിച്ചാണ്? അള്ളാഹുവിന്റെ മഖ്ലൂഖാത്ത് മുഴുവൻ അവയുടെ ഖാലിഖിനെ, അവയുടെ ബാരിഇനെ, അവയെ സൃഷ്ടിച്ച, അവയെ പടച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതെല്ലാം അള്ളാഹുവിനോട് അവക്കെല്ലാം മഹബ്ബത്തുണ്ട്. കാരണം തസ്ബീഹ് എന്നത് ഇബാദത്താണ്. അത് മഹബ്ബത്തോടെ അല്ലാതെ ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. തസ്ബീഹ് എന്നാൽ അവനെ പരിശുദ്ധപ്പെടുത്തലാണ്. അവനല്ലാതെ ഇലാഹില്ല. അവന്റെ പേരിൽ ഇല്ലാത്തത് ആരൊക്കെ എന്തൊക്കെ കെട്ടിച്ചമച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ വാക്ക് നോക്കൂ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച, ധാരാളമായി അവിടുന്ന് എല്ലാവരും പഠിപ്പിച്ച ദിക്റിന്റെ വലിയൊരു ഭാഗം ഇതാണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
അതാണ് ഈ ആയത്തിന്റെ ഭാഗം. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരുപാട് തവണ നമ്മൾ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, നാം ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഈ വാക്കിന്റെ അർത്ഥം വളരെ മഹത്തരമാണ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അള്ളാഹുവിനാകുന്നു മുൽക്കും ഹംദും, എല്ലാ അധികാരവും അതോടൊപ്പം എല്ലാ സ്തുതിയും. ഭൂമിയിൽ അധികാരവും പദവിയും ആധിപത്യവും ഒക്കെ ഉള്ള മനുഷ്യരുണ്ടാവും. പക്ഷെ അവരൊക്കെ അവരുടെ മുൽക്ക് കൊണ്ട്, അവരുടെ അധികാരവും അതുപോലെ കഴിവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഹംദിന് അവകാശപ്പെട്ടതായിരിക്കുകയില്ല. അതിന്റെ വിപരീതമായ ദമ്മിന്, ആക്ഷേപത്തിന് അർഹതയുള്ള കാര്യങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ മുൽക്കൊണ്ട് തോന്നിവാസം ചെയ്യുക, അവനവന്റെ അധികാരം കൊണ്ട്, ആധിപത്യം കൊണ്ട് കീഴിലുള്ളവരെ ദ്രോഹിക്കുകയും അവരോട് ദുൽമ ചെയ്യുകയും ഒക്കെ ചെയ്താൽ അവന് മുൽക്കുണ്ടാവും. പക്ഷെയോ ഒരു തരത്തിലും മഹ്മൂദായ, സ്തുത്യർഹമായ ഒരു പ്രവർത്തനവും പലരുടെയും കയ്യിൽ ഉണ്ടാവുകയില്ല. എന്നാൽ അള്ളാഹു അങ്ങനെയാണോ? അല്ല. അവന് മുൽക്കുമുണ്ട്, അതോടൊപ്പം അവന് ഹംദിന് മാത്രം, സ്തുതിക്കപ്പെടാൻ മാത്രമാണ്, അവനെ സ്തുതിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അതുപോലെ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് എന്ന് പറഞ്ഞതിൽ മറ്റൊരു സൂചന ഉള്ളത്, അള്ളാഹുവിന്റെ ഖദർ, അത് മുൽക്ക് എന്ന പരിധിയിൽ അത് വന്നു. കാരണം അള്ളാഹു തീരുമാനിച്ചതും അവൻ ഉദ്ദേശിച്ചതും മാത്രമേ അവന്റെ മുൽക്കിന് കീഴിൽ നടക്കുകയുള്ളൂ. അവന്റെ മുൽക്കിൽ ഒരില വീഴുന്നുണ്ടെങ്കിൽ അവൻ തീരുമാനിച്ചതനുസരിച്ചിട്ടാണ്. എന്നാൽ ഒരാൾ തന്റെ മുൽക്കിന് കീഴിൽ പലതും ചെയ്യും, ചിലപ്പോൾ പലതും തെറ്റായിരിക്കും. ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ അധികാരത്തിന് കീഴിൽ അയാളുടെ പ്രജകൾക്കിടയിൽ അയാൾ നടപ്പിലാക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ വലിയ പൊട്ടത്തരായിരിക്കും, തിരുത്തേണ്ടി വരും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുൽക്കിൽ അവൻ തീരുമാനിച്ചിട്ടുള്ള അവന്റെ ഖദർ ഓരോന്നും എല്ലാം കൃത്യമായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മുൽക്കിൽ എന്ത് നടന്നാലും എന്തേ പറയാൻ പാടുള്ളൂ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവന്റെ മുൽക്കിൽ എന്ത് നടന്നാലും അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. അള്ളാഹുവിന്റെ മശീഅ, അവൻ ഉദ്ദേശിച്ച കാര്യം അതെന്താകട്ടെ, അതിന്റെ പിന്നിൽ ഒരു ഹിക്മ, ഒരു നമുക്കറിയാത്ത മഹത്തായ ഒരു ഉദ്ദേശം അള്ളാഹു അതിന്റെ പിന്നിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതല്ലാതെ ആബത്തായ ഒരു കാര്യവും നടക്കുകയില്ല. ആബത്തായി എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില ذلك ظن الذين كفروا فويل للذين كفروا من النار أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. അള്ളാഹു പറഞ്ഞു, ആകാശമോ ഭൂമിയോ നാം വെറുതെ പടച്ചതല്ല. അങ്ങനെയാണ് കാഫറുകളുടെ വിചാരം. അതുകൊണ്ട് കുഫറിന്റെ ആളുകൾക്ക് നരകം കൊണ്ട് നാശം. ഈമാനും സാലിഹായ അമലും ഉള്ളവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമെന്നോ? അള്ളാഹുവിനെ സൂക്ഷിച്ച തഖ്വയോടെ ജീവിച്ചവരെയും ഫുജൂറിന്റെ വൃത്തികേടിന്റെ ആളുകളെയും നാം ഒരുപോലെ ആക്കുമെന്നോ? ഒരിക്കലുമില്ല. അത് അള്ളാഹുവിന് യോജിച്ചതല്ല. ആകാശഭൂമികൾ അവൻ ഹക്കായി പടച്ചതാണ്. അത് വിവരിച്ച കിതാബാണിത്. കിതാബുൻ അൻസൽനാഹു ഇലൈക, ഇതാ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട, അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഖുർആനാകുന്ന കിതാബ്, മുബാറകുൻ, ബറക്കത്തുള്ള കിതാബ്, ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് അവർ കുറ്റാലോചിക്കാൻ, ചിന്തിക്കാൻ, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ചിന്തിച്ചു മനസ്സിലാക്കാൻ. അപ്പൊ നോക്ക്, ഹക്കായിട്ടാണ് അള്ളാഹു ആകാശഭൂമികളെ പടച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫജ്റിന് മുമ്പ് എഴുന്നേറ്റാൽ ഓതാറുണ്ടായിരുന്ന ആയത്തുകൾ, സൂറത്ത് ആല ഇമ്രാനിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ, അതിലുള്ളത് എന്താ? അതെ, അവർ ചിന്തിക്കുന്നവരാണ്. ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا. അള്ളാഹുവേ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല. ഈ വിശ്വാസം മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ്. അവന്റെ വാക്കും പ്രവൃത്തിയും വെറും ബാത്തിലായി പോകാൻ പാടില്ല.
കാരണം അള്ളാഹു ഇതൊക്കെ പടച്ചത് അതിമഹത്തരമായ ഒരു ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് അവൻ. അതാണ് ഇത് വിശ്വസിക്കുന്ന മുഅ്മിനിന്റെ വാക്കും പ്രവൃത്തിയും ഇതിൽ വിശ്വാസമില്ലാതെ ഇതൊക്കെ വെറുതെ ബാത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന കാഫിറിന്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആകാൻ പാടില്ല. കാരണം വിശ്വസിക്കുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഹിക്മത്തുണ്ട്, ഇതെല്ലാം ഹക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ് എന്നവൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നതിനുള്ള തെളിവുകളാണ്. ആകാശങ്ങളും ഭൂമിയുമെല്ലാം അള്ളാഹു രണ്ടാമതും മരിച്ചവരെ ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളാണ് ഇതെല്ലാം. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അപ്പൊ അള്ളാഹുവിന് മുൽക്കുമുണ്ട്, അവനാണ് എല്ലാ ഹംദും, അവനാണ് എല്ലാ മുൽക്കും, അവനുള്ളതാണ് എല്ലാ ഹംദും. നോക്കത് തമ്മിലുള്ള ബന്ധം എത്ര നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇബ്നു കസീർ പറഞ്ഞു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്ന് പറഞ്ഞാൽ ഹുവൽ മുതസർരിഫു ഫീ ജമീഇൽ കായിനാത്തിൽ മഹ്മൂദ് അൽ മഹ്മൂദു അലാ ജമീഇ മാ യഖ്ലുഖു വയഖ്ദിറു വയുഖദ്ദിറു. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും ചലിപ്പിക്കുന്നവൻ, എല്ലാം നടത്തുന്നവൻ അവനാണ്. അവൻ സൃഷ്ടിച്ചതിലും അവൻ ഖദറാക്കിയതിലുമെല്ലാം അവൻ ഹംദിന് മാത്രം അർഹതപ്പെട്ടവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഐ മഹ്മാ അറാദ കാന ബിലാ മുമാനിഇൻ വലാ മുദാഫിഇൻ. അവൻ ഉദ്ദേശിച്ചതെന്തോ അത് നടക്കും, തടയാനാരുമില്ല, അതിനെ നീക്കാനാരുമില്ല. വമാ ലം യശഅ ലം യകുൻ. അവൻ ഉദ്ദേശിക്കാത്തത് നടക്കുകയുമില്ല. ഓരോ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയുന്നെന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തന്നത് തടയാനാരുമില്ല, നീ തടഞ്ഞത് തരാനും ആരുമില്ല. അല്ലാഹു പറയുന്നു ഹുവല്ലദീ ഖലഖകും ഫമിൻകും കാഫിറു വമിൻകും മുഅ്മിൻ വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ഹുവല്ലദീ ഖലഖകും, ഇങ്ങനെയുള്ള അല്ലാഹു ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്. ഫമിൻകും കാഫിറു വമിൻകും മുഅ്മിൻ, എന്നിട്ട് നിങ്ങളിൽ കാഫിറുമുണ്ട് മുഅ്മിനുമുണ്ട്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീറാണ്, ഏറ്റവും നന്നായി കാണുന്നവനാണ്. ഹുവല്ലദീ ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവൻ പറഞ്ഞു തരുന്നു നിങ്ങളിൽ രണ്ടു കൂട്ടരുണ്ട്. അപ്പൊ മുഅ്മിനെന്നും കാഫിറെന്നും മനുഷ്യരെ വേർതിരിച്ചത് ആരാ? അല്ലാഹുവാണ്. അല്ലാഹുവാണ് വേർതിരിച്ച് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ അല്ലാഹു വേർതിരിച്ചതിനെ ആ വേർതിരിവില്ലാതാക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനും അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനും അല്ലാഹു അല്ലാത്തവരിലേക്ക് തന്റെ ഇബാദത്തുകൾ തിരിക്കുന്നവനും ഒരിക്കലും ഒരുപോലെയല്ല. അല്ലാഹു അവന്റെ നബിമാരിലൂടെ പഠിപ്പിച്ച ദീൻ വിശ്വസിച്ച് സ്വീകരിക്കുന്നവനും അതിനെ തള്ളിക്കളഞ്ഞവനും എങ്ങനെ ഒരുപോലെ ആകാനാണ്? ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. രണ്ടും രണ്ട് തന്നെയാണ്. ഇരുട്ടും വെളിച്ചവും ഒരുപോലെ ആകുമോ? ചൂടും തണുപ്പും ഒരുപോലെ ആകുമോ? ഒരിക്കലുമില്ല. അള്ളാഹു ഖുർആനിൽ എത്ര തവണ ചോദിച്ചതാണിത്. ഇത് രണ്ടും ഒരുപോലെയല്ല. കണ്ണ് കാണുന്നവനും കാണാത്തവനും ഒരുപോലെയാണോ? അല്ല. നേരെ നടക്കുന്നവനും തലകുത്തി നടക്കുന്നവനും ഒരുപോലെയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതൊന്നും ഒരുപോലെ അല്ലെങ്കിൽ മുഅ്മിനും കാഫിറും ഒരുപോലെയല്ല. ഇബ്നു കസീർ പറയുന്നു ഐ ഹുവൽ ഖാലിഖു ലക്കും അലാ ഹാദിഹി സിഫ. ഇതാ ഈ രൂപത്തിൽ നിങ്ങളെ പടച്ചവൻ അല്ലാഹുവാണ്. വഅറാദ മിൻകും ദാലിക്, നിങ്ങളിൽ നിന്ന് ഇത് ഉദ്ദേശിച്ചവൻ അവനാണ്. ഫലാ ബുദ്ദ മിൻ വുജൂദി മുഅ്മിനിൻ വകാഫിർ, മുഅ്മിനും കാഫിറും ഉണ്ടാവുക തന്നെ ചെയ്യും. വഹുവൽ ബസീറു ബിമൻ യസ്തഹിഖുൽ ഹിദായ മിമ്മൻ യസ്തഹിഖുദ് ദലാൽ. അല്ലാഹുവിനറിയാം ആർക്കാണ് ഹിദായത്തിന് യോഗ്യതയുള്ളത്, ആർക്കാണ് അതിന് യോഗ്യതയില്ലാതെ ദലാലത്തിന്റെ വഴികേടിന്റെ ആളാര് എന്ന് അള്ളാഹ്ക്കറിയാം. അതവൻ കണ്ടറിയുന്നവനാണ്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീറാണ്. വഹുവ ഷഹീദുൻ അലാ അമാലി ഇബാദിഹി. ഇബ്നു കസീർ പറയുന്നു അടിമകളുടെ പ്രവർത്തനത്തിന് സാക്ഷിയാണ് അല്ലാഹു. വസയുജ്സിഹിം ബിഹാ അതമ്മൽ ജസാ, അവർക്കുള്ള പ്രതിഫലം പൂർണ്ണമായി അല്ലാഹു നൽകുകയും ചെയ്യും. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീറാണ്, കാണുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. കണ്ടുകൊണ്ടിരിക്കെ, ഇതെല്ലാം കാണുന്നവനായിരിക്കെ അള്ളാഹുവിനെ യോജിച്ചതാണോ തെറ്റ് ചെയ്യുന്നവനെയും നന്മ ചെയ്യുന്നവനെയും പരലോകത്ത് ഒരുപോലെ ആക്കാന്നുള്ളത്?
അത് റബ്ബിന്റെ മഹത്വത്തിന് യോജിക്കോ? ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് അള്ളാഹു നല്ലവരെയും മോശക്കാരെയും പരലോകത്ത് ഒരുപോലെ ഒക്കെ എല്ലാവരും ഭൂമിയിൽ അങ്ങനെ ജീവിച്ചു മരിച്ചു പോകുന്നു. ഉയർത്തെഴുന്നേൽപ്പില്ല, സ്വർഗമില്ല, നരകമില്ല, എന്നതെങ്ങനെ ശരിയാവും? ഒരിക്കലും ശരിയാവുകയില്ല. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. خلق അവൻ സൃഷ്ടിച്ചു അസ്സമാവാതി വൽ അർദ് ആകാശങ്ങളെയും ഭൂമിയെയും ബിൽ ഹഖി ഹഖോടെയാണ് അവൻ പടച്ചത്. യാഥാർത്ഥ്യത്തോടെ, ഹിക്മത്തോടെ, നീതിയോടെയാണ് അവൻ പടച്ചത്. വസവ്വറക്കും അവൻ നിങ്ങൾക്ക് സൂറത്ത് നൽകി, അഥവാ രൂപം നൽകി. ഫഅഹ്സന സുവറക്കും നിങ്ങളുടെ രൂപം അവൻ നന്നാക്കുകയും ചെയ്തു. വഇലൈഹിൽ മസീർ അവനിലേക്കാകുന്നു അൽ മസീർ തിരിച്ചു പോകേണ്ടത്. നിങ്ങൾ ഈ സൂറത്ത് ആവർത്തിച്ച് ഓതി നോക്കണം, ആവർത്തിച്ച് ചിന്തിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്, ഈ വളരെ ചെറിയ ഈ സൂറത്തിലെ അത്ഭുതം നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. ആവർത്തിച്ച് ഇതിൽ ആയത്തുകൾ ഉറ്റാലോചിച്ച് ഓതി നോക്ക്. വളരെ ലളിതമാണ്, വളരെ എളുപ്പമുള്ളതാണ്. എന്നാൽ ഈമാനുള്ള ഓരോ മനുഷ്യന്റെയും ഖൽബിനെ പിടിച്ചുലക്കാൻ പോകുന്നതാണ് ആയത്തുകൾ. ഇതിലെ ആയത്തുകൾ ഹഖ് അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ വ്യക്തമായി, വളരെ ലളിതമായി, ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് ആകാശഭൂമികൾ അവൻ ഹഖോടെ പടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ബിൽ അദ്ലി വൽ ഹിക്മ. ഇബ്നു കസീർ പറഞ്ഞു, നീതിയോടെയാണ് അവൻ പടച്ചത്. അവൻ പടച്ചതൊന്നും അങ്ങിങ്ങുമായി പോയിട്ടില്ല. കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, കിട്ടേണ്ടത് തന്നെയാണ് കിട്ടാതെ പോയത്. ഓരോരുത്തർക്കും എന്താണോ വിധിച്ചത് അള്ളാന്റെ ആദിൽ, നീതി അതിലുണ്ട്. അതുകൊണ്ടാണ് പ്രയാസപ്പെടുമ്പോ ചെയ്യുന്ന ദുആയിൽ തന്നെ എന്താ ഉള്ളത്? മാദിൻ ഫിയ ഹുക്മുക് ആദിലുൻ ഫിയ ഖളാഉക്. അള്ളാഹു എന്നിൽ കഴിഞ്ഞു പോയതെല്ലാം നിന്റെ ഹുക്കുമാണ്, നിന്റെ തീരുമാനമാണ്. എന്റെ കാര്യത്തിൽ നീ വിധിച്ചതെല്ലാം ആദിലാണ്, നീതിയാണ്, അനീതിയല്ല. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ഇബാദ്. അള്ളാഹു അടിമകളോട് ദുൽമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതേയില്ല. പിന്നല്ലേ ചെയ്യാൻ അവൻ ഇറാദത്ത് തന്നെ ഇല്ലെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും അവൻ നിങ്ങൾക്ക് രൂപം നൽകുകയും നിങ്ങളുടെ രൂപം അവൻ നന്നാക്കുകയും ചെയ്തു. ഏതുപോലെ? അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك. ومنشا കരീമായ ഏറ്റവും ഉദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളഞ്ഞ കാര്യം എന്താണ്? അല്ലദീ ഖലഖക അവനാണ് നിന്നെ പടച്ചത്. വസവ്വാക ഫസവ്വാക നിന്റെ രൂപം ശരിപ്പെടുത്തിയവൻ. ഫഅദലക് നിന്റെ രൂപം നേരെയാക്കിയവൻ. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക് നിന്റെ ഘടന അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലാക്കിയവൻ. അവൻ നിന്നെ ഇതാ മനുഷ്യൻ എന്ന രൂപത്തിലാക്കിയിരിക്കുന്നു. നിന്നെ അവനൊരു ജന്തുവിന്റെ രൂപത്തിലാക്കിയില്ല. അതുകൊണ്ടാണ് ഇതും അതുപോലെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം പോലെയുള്ള ആയത്തുകളിൽ നിന്നും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഭംഗിയുള്ളത് ആർക്കാണ്? മനുഷ്യനാണ് എന്ന്. الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات. إن سورة غافر الله برنتند. الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات. الله ആണ് നിങ്ങൾക്ക് ഭൂമിയെ ഖറാറാക്കി തന്നത്, നിങ്ങളെ കൊണ്ട് ഇളകാത്ത, നിങ്ങൾ ആണ്ടുപോകാത്ത നിശ്ചലമായ ഭൂമിയാക്കി തന്നത്. അതുപോലെ ആകാശത്തെ അവൻ മേൽക്കൂരയാക്കി തന്നത്. വസവ്വറക്കും നിങ്ങൾക്ക് രൂപം നൽകി. ഫഅഹ്സന സുവറക്കും നിങ്ങളുടെ രൂപം അവൻ നന്നാക്കി. കണ്ണ് വേണ്ടിടത്താണ് കണ്ണുള്ളത്, വേണ്ടിടത്താണ് വായുള്ളത്. അങ്ങനെ രൂപം അവൻ നന്നാക്കി. വറസഖക്കും മിനത് തയ്യിബാത്ത് മാത്രമാണോ, അവൻ നിങ്ങൾക്ക് വിശിഷ്ടമായതിൽ നിന്ന് തിന്നാൻ തന്നു. അതാ വെള്ളം നിങ്ങൾ കുടിക്കുന്നു, നല്ല നല്ല രുചിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ തിന്നുന്നു, കായ്കനികൾ പറിച്ചു തിന്നാൻ അള്ളാഹു മുളപ്പിച്ചു തന്നു.
സസ്യങ്ങൾ പറിച്ചെടുക്കാൻ അള്ളാഹു മുളപ്പിച്ചു തന്നു. നിങ്ങൾക്ക് വേണ്ടി കാലികൾ അള്ളാഹു അതാ നിങ്ങൾക്ക് കരയിലും കടലിലുമെല്ലാം സഞ്ചരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് വഴിയൊരുക്കി തന്നു. ഇതെല്ലാം ചെയ്ത റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാത്രമാകുന്നു ഇബാദത്തിന് അർഹൻ. അവനിലേക്കാകുന്നു തിരിച്ചുപോക്ക്. അതുകൊണ്ടാണ് അവസാനം എങ്ങനെയാ വഇലൈഹിൽ മസീർ, വഇലൈഹിൽ മസീർ, അവനിലേക്കാണ് അൽ മസീർ. മസീർ എന്നാൽ അൽ മർജിഅ വൽ മആബ്, തിരിച്ചു പോകാനുള്ളത് റബ്ബിലേക്കാണ്. ആരാകട്ടെ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖികും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. പറയുക, നിങ്ങൾ ഏത് മരണത്തിൽ നിന്നാണ് ഒളിച്ചോടുന്നത്, നിങ്ങളത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മനുഷ്യൻ എത്ര ഒളിച്ചോടിയാലും ഏതേത് അപകടങ്ങളിൽ നിന്നും ഏതേത് രോഗങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ടാലും അവസാനം എവിടത്തേക്ക് തന്നെയാണ്? മരണത്തിലേക്ക് തന്നെയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ റബ്ബിനോട് അള്ളാഹു പറഞ്ഞില്ല, ഒരു കാളയുടെ പുറത്ത് കൈവെക്കുക, എത്ര രോമം സ്പർശിച്ചോ അത്രയും വർഷം ആയുസ് തരാം. മൂസ നബി ചോദിച്ചെന്താ റബ്ബേ അതിനുശേഷം പിന്നെന്താണ്? പിന്നെ മൗത്താണ്. അവിടെ നിന്ന് പറഞ്ഞു, എന്നാ ഇപ്പൊ ആയിക്കോട്ടെ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇന്നോ നാളെയോ അള്ളാഹു തീരുമാനിച്ച സമയമേതാണ്, മരണം ഉറപ്പാണ്, ഒരു സംശയമില്ല. ഒരാളും അതിൽ തർക്കിക്കുകയില്ല, സംശയിക്കുകയില്ല. കണ്ണുകൊണ്ട് കാണുന്നു, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദുൽമിനെ കുറിച്ച്, നമ്മുടെ നന്ദികേടിനെ കുറിച്ച്, നമ്മുടെ അശ്രദ്ധയെക്കുറിച്ച് എന്തു പറയാൻ? കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുൻഗാമികൾ, നമുക്ക് മുന്നേ ഇവിടെ ജീവിച്ചവർ, അവരെ നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം ഇത് നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴിയും നമ്മൾ ജീവിക്കുന്ന നാടുമൊക്കെ നമുക്ക് ശേഷം തലമുറകൾ, നമ്മുടെ മരണശേഷം വേറെ ആളുകളാണ് ഇവിടെ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ വന്ന വഴിയും നമുക്ക് പോകാനുള്ള വഴിയും മാത്രം മതി. നമുക്ക് വായിലായി നമ്മെ ഉപദേശിക്കാൻ, നമ്മളെ നന്നാക്കാൻ, ഇത് മാത്രം മതി. നമ്മൾ വന്ന വഴിയും നമുക്ക് പോകാനുള്ള വഴിയും. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്തായി തീർന്നത്? എൻ്റെ നിങ്ങളുടെ ആയുസാണ് ഈ തീർന്നുകൊണ്ടിരിക്കുന്നത്. വരിക തന്നെ ചെയ്യും അത്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ഗൈബും ഷഹാദത്തും അറിയുന്ന, ദൃശ്യവും അദൃശ്യവും രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരും. ഇബ്നു കസീർ പറയുന്നു, സുമ്മ അഖ്ബറ തആല അൻ ഇൽമിഹി ബിജമീഇൽ കായിനാത്തി അസ്സമാഇയ്യത്തി വൽ അർദിയ്യത്തി വൻ നഫ്സിയ്യ. ഇതിനുശേഷം അള്ളാഹു ഇതെല്ലാം പടച്ചവനാണവൻ എന്ന് പറഞ്ഞതിന് ശേഷം അവൻ നമ്മെ അറിയിക്കുന്നു അവന്റെ ഇൽമിനെ കുറിച്ച്, അവന്റെ അറിവിനെ കുറിച്ച്. അവൻ അറിയാം ബിജമീഇൽ കായിനാത്ത്, എല്ലാ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവനറിയാം. അസ്സമാഇയ്യ, മുകളിലുള്ളതാകട്ടെ, അൽ അർദിയ്യ, താഴെയുള്ള ഭൂമിയിലുള്ളതാകട്ടെ, വൻ നഫ്സിയ്യ, ഉള്ളിന്റെ ഉള്ളിലുള്ളതാകട്ടെ, എന്താകട്ടെ, വലുതോ ചെറുതോ ആകട്ടെ, കാണുന്നതോ കാണാത്തതോ ആകട്ടെ, ഒരുപാടുള്ളതും വളരെ കുറച്ചുള്ളതും ആകട്ടെ, എന്താകട്ടെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അതറിയുന്നു. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. എന്തൊരായത്താണത്, ആലോചിച്ച് നോക്ക്. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. യഅലമു, അല്ലാഹു അറിയുന്നു, മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളതെന്തോ അതും, വൽ അർദ്, ഭൂമിയിലുള്ളതെന്തോ അതും അല്ലാഹു അറിയുന്നു. കാരണം അവൻ തീരുമാനിച്ചതനുസരിച്ച് ഇതൊക്കെ നടക്കുന്നുള്ളൂ. നടക്കുന്നതിനു മുമ്പേ റബ്ബിനറിയാം. ഇനി എന്താണ് വരാൻ പോകുന്നതെന്നറിയാം. ചെയ്തുകൊണ്ടിരിക്കുകയും റബ്ബിനറിയാം. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെന്തോ അത് അല്ലാഹു അറിയുന്നു. വയഅലമു, അവനറിയുന്നു, മാ തുസിറൂന, നിങ്ങളെന്താണോ സിറാക്കുന്നത്, രഹസ്യമാക്കുന്നത്, വമാ തുഅ്ലിനൂൻ, നിങ്ങളെന്താണോ അലനാക്കുന്നത് അഥവാ പരസ്യമാക്കുന്നത്, അതും അവൻ അറിയുന്നു. വല്ലാഹു അലീമുൻ, അവൻ നന്നായി അറിയുന്നവൻ തന്നെയാണ്. ബിദാത്തിസ് സുദൂർ,
സദറുകളിൽ നെഞ്ചുകളിലുള്ളതെന്തോ കൽബകത്തുള്ളതെന്തോ അത് നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അല്ലവൻ മാത്രമാണ് അത് അറിയുന്നവൻ. വേറൊരാൾക്കും കൽബകത്തുള്ളത് അറിയാൻ കഴിയുകയില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്നൊരുത്തൻ വിശ്വസിച്ചാൽ ഇസ്ലാം അത് പുറത്താണ്. ഇസ്ലാം നമ്മൾ പുറത്തു പോകും. സുബ്ഹാനല്ലാഹ്, ഇന്നും ഒരു ഉളുപ്പില്ലാതെ ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഞാൻ ഇന്നലെ ഒരാൾ അയച്ചു തന്നത് കേട്ടു. സുബ്ഹാനല്ലാഹ്, കുപ്പിയകത്തുള്ളത് കാണുന്നത് പോലെ ആളുകളുടെ കൽബിലകത്തുള്ളത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാൾ അറിയുമത്രേ. നഊദു ബില്ലാഹ്, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന വിശ്വാസമാണിത്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാളും ഗൈബ് അറിയുകയില്ല അല്ലാഹു അല്ലാതെ. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അതവൻ മാത്രമേ അറിയുകയുള്ളൂ. നോക്കി, ഇതിൽ ഇബ്നു കസീർ പറഞ്ഞതുപോലെ മുകളിലുള്ളതും താഴെയുള്ളതും നമ്മുടെ നഫ്സിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് അല്ലാഹു പറഞ്ഞു. നോക്കി ആയത്തുകൾ, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. خلق السماوات والأرض بالحق وصوركم فأحسن صوركم ورزقكم من الطيب فأحسن صوركم وإليه المصير. يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذات الصدور. ഇതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇബ്നു കസീർ ഈ ആയത്തുകളെ കുറിച്ച് പറയുകയാണ്, യഖൂലു തആല മുഖ്ബിറൻ അനിൽ ഉമമിൽ മാദീൻ വമാ ഹല്ല ബിഹിം മിനൽ അദാബി വന്നകാൽ ഫീ മുഖാലഫത്തി റുസുലി വത്തക്ദീബി ബിൽ ഹഖ്. അല്ലാഹു നമ്മെ അറിയിക്കുന്നു അനിൽ ഉമമിൽ മാദീൻ, പഴയകാല ഉമ്മത്തുകളെ കുറിച്ച്. ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഴയ ഉമ്മത്തുകളെ കുറിച്ച്. കാരണം എന്തുകൊണ്ടാണ്? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് അവരുടെ കഥയിൽ അവരുടെ ചരിത്രത്തിൽ ഗുണപാഠമുണ്ട്. അള്ളാഹു പറഞ്ഞു, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദുൻ വഫിർഔനു ദുൽ ഔതാദ് وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب إن كل إلا كذب الرسل فحق عقاب وما ينظر هؤلاء إلا صيحة واحدة ما لها من فواق. الله പറഞ്ഞു, ഇതിനു മുമ്പ് നൂഹിന്റെ സമുദായം, ആദ് സമുദായം, ഫിറഔനിന്റെ ആളുകൾ, സമൂദ് ഗോത്രം, ലൂത്ത് നബിയുടെ ഖൗം, അസ്ഹാബുൽ ഐക, ശുഐബ് നബിയുടെ സമുദായം, ഇവരൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. വലിയ വലിയ സംഘങ്ങളായിരുന്നവരെല്ലാം. എന്നാൽ അള്ളാഹു അവരൊക്കെ നശിപ്പിച്ചു. ഇവരും ഒരൊറ്റ സൈഹത്തിനെ അല്ലാതെ, ഒരു ഘോര ശബ്ദത്തെ അല്ലാതെ മറ്റൊന്നിനെയും കാത്തിരിക്കുന്നില്ല. അപ്പൊ പഴയ കാലത്തെ അള്ളാഹുവിനെ ധിക്കരിച്ച, അവന്റെ നബിമാരെ എതിർത്ത ആളുകൾക്കുള്ള അവർക്കുണ്ടായ ശിക്ഷ, അള്ളാഹുവിന്റെ നബിമാരെ അനുസരിച്ചവർക്ക് അള്ളാഹു ഈ ലോകത്ത് തന്നെ കൊടുത്ത വിജയം, ഇത് മുഅ്മിനുകൾക്ക് ഗുണപാഠമാണ്. അത് മുഅ്മിനുകൾക്ക് ഗുണപാഠമാണ്. അള്ളാഹു അവനെ സഹായിക്കുന്നവരെ, അവന്റെ ദീനിൽ നിലകൊണ്ടവരെ സഹായിക്കുക തന്നെ ചെയ്യും. അതിന് ഈ ചരിത്രം സാക്ഷിയാണ്. അള്ളാഹു പറയുന്നു, അലം യഅതികും നബഉൽ ലദീന കഫറൂ മിൻ ഖബ്ലു ഫദാഖൂ വബാല അംരിഹിം വലഹും അദാബുൻ അലീം. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد. ألم يأتكم നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലേ നബഉൽ ലദീന കഫറൂ മിൻ ഖബ്ൽ, മുമ്പ് കാഫിറുകളായിരുന്നവരുടെ വർത്തമാനം. ഫദാഖൂ വബാല അംരിഹിം, ഫദാഖൂ അങ്ങനെ അവർ അനുഭവിക്കേണ്ടി വന്നു, ആസ്വദിക്കേണ്ടി വന്നു, രുചിക്കേണ്ടി വന്നു. വബാല അംരിഹിം, അവർ ചെയ്ത അവരുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ കാര്യത്തിന്റെ ദുഷ്ഫലം അവരനുഭവിക്കേണ്ടി വന്നു. അത് ദുനിയാവിലാണ്. ബാക്കി എന്താ? വലഹും അദാബുൻ അലീം, അത് ആഖിറത്തിലാണ്. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, അത് പരലോകത്ത്. ദാലിക ബിഅന്നഹു, കാരണം കാനത്ത് തഅതീഹിം, അവരിലേക്ക് ചെന്നിരുന്നു, റുസുലുഹും, അവരുടെ റസൂലുകൾ, അള്ളാഹു അവരിലേക്ക് അയച്ച
അവന്റെ ദൂതന്മാർ ബിൽ ബയ്യിനാതി വെറും കൈയോടെയല്ല, തെളിവുകളുമായി വ്യക്തമായ രേഖയുമായി ചെന്നിരുന്നു. പക്ഷേ ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു അബശറു യഹ്ദൂനന ചില മനുഷ്യരാണോ ഞങ്ങൾക്ക് സന്മാർഗം പഠിപ്പിക്കാൻ വരുന്നത്? അള്ളാഹു എന്താണ് മലക്കുകൾ ഇറക്കാത്തത് പോലെയുള്ള ദുർന്യായങ്ങൾ അവർ പറഞ്ഞു. ഫകഫറു അങ്ങനെ അവർ നിഷേധിച്ചു. വതവല്ലൗ അങ്ങനെ അവർ തിരിഞ്ഞു കളഞ്ഞു. വസ്തഗ്നല്ലാഹ് അള്ളാഹു അവരിൽ നിന്ന് ഗിനയുള്ളവനായി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അവരാവശ്യമല്ല, അള്ളാഹ് അവർ ഒഴിവാക്കി. വസ്തഗ്നല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, നിസ്കാരത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ, ഹറാമുകൾ പലതും തെറ്റുകൾ പലതും അത് തെറ്റാണെന്ന് മനസ്സിലായതിനു ശേഷം വീണ്ടും നമ്മൾ തോന്നിവാസിയും ധിക്കാരിയുമായാൽ ചിലപ്പോൾ റബ്ബ് എന്ത് ചെയ്തേക്കും അള്ളാഹു ഒഴിവാക്കി കളയും. നഅൂദു ബില്ലാഹ്. വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു ഗനിയാണ്, അള്ളാഹ്ക്ക് നിന്നെ കൊണ്ട് യാതൊരു ആവശ്യമില്ല. അവനെല്ലാ ഐശ്വര്യവും എല്ലാ ഗിനയും നിറഞ്ഞവനാണ്. ഹമീദുൻ എല്ലാ സ്തുതികൾക്കും അർഹനാകുന്നു. അലം യഅതികും നബഉൽ ലദീന കഫറൂ മിൻ ഖബൽ. അലം യഅതികും നിങ്ങൾക്ക് വന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിവരം വന്നു കിട്ടിയില്ലേ? അലം യഅതികും നബ എന്നാൽ എന്താണ്? വർത്തമാനം, കാര്യം, വിവരം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നബി എന്ന് പേര് വന്നത്. നബിമാർക്ക് നബി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാത്ത പല വിവരങ്ങളും അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആൾ, അതാണ് നബി എന്ന് പറഞ്ഞാൽ. നബഉൽ ലദീന ഒരു കൂട്ടരെ കുറിച്ചുള്ള വിവരം. അവരാരാണ്? കഫറു അവർ അല്ലദീന കഫറു കാഫിറുകളായി പോയി, റബ്ബിന്റെ ദീനിനെ നിഷേധിച്ചു. മിൻ ഖബൽ മുമ്പ് നിഷേധിച്ചവരുടെ വിവരം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? അവർക്ക് എന്താണ് സംഭവിച്ചത്? ഐ ഖബറുഹും വമാ കാന മിൻ അംരിഹിം അവരുടെ വിവരം അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് വന്നില്ലേ? നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? ഫദാഖു അവർ ആസ്വദിച്ചു, അനുഭവിച്ചു. വബാല അംരിഹിം വബാൽ എന്നാൽ ദുഷ്ഫലം എന്നാണ് അതിന്റെ അർത്ഥം. അംരിഹിം അവരുടെ കാര്യത്തിന്റെ, അഥവാ അവർ എങ്ങനെ ജീവിച്ചോ അതിന്റെ ദുഷ്ഫലം. ഐ ഫിദ്ദ ഐ വഖീമ തക്ദീബിഹിം വറദീഉ അഫ്ആലിഹിം അവർ നിഷേധിച്ചതിന്റെ ദുഷ്ഫലം, അവർ ചെയ്ത മോശം പ്രവർത്തനങ്ങളുടെ അനന്തരഫലം. വഹുവ മാ ഹല്ല ബിഹിം ഫിദ്ദുനിയ മിനൽ ഉഖൂബ അവർക്ക് ദുനിയാവിൽ കിട്ടിയ ശിക്ഷയാണ്. ഏതുകൊണ്ടുള്ള ഉദ്ദേശം? വബാല അംരിഹിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? ദുനിയാവിൽ കിട്ടിയ ശിക്ഷ. അള്ളാഹു പറഞ്ഞതുപോലെ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ് നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. ആകാശത്ത് നാം ഒരു സൈഹ ഘോര ശബ്ദം കൊണ്ട് നശിപ്പിച്ചവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. നാം മുക്കി നശിപ്പിച്ചവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അള്ളാഹു പല വിധത്തിൽ ശിക്ഷിച്ച ആളുകളുണ്ട്. നാടൊന്നാകെ മുകളിലേക്ക് കൊണ്ടുപോയി മറിച്ച് താഴേക്ക് വീഴ്ത്തിയവരുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ അങ്ങനെയാണ് ശിക്ഷിച്ചത്. ആ നാട്ടിനെ ഒന്നാകെ പറിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി എന്നാണ് പല മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ആകാശത്തെ മലായിക ഇവരുടെ ഗ്രാമത്തിൽ ഇവരുടെ നാട്ടിലുണ്ടായിരുന്ന അവരുടെ വളർത്തു മൃഗങ്ങളുടെ കരച്ചിൽ കേട്ടു എന്നാണ്. എടുത്തേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി മറിച്ച് താഴേക്ക് ഇട്ടു. അതിന്റെ മുകളിൽ തീ കല്ലുകൾ അയച്ചു. ഇങ്ങനെ പല രൂപത്തിൽ അള്ളാഹു ശിക്ഷിച്ച പല സമുദായങ്ങളുണ്ട്. അതാണ് അവരുടെ വബാൽ, അവർ ചെയ്തതിന്റെ ഫലമാണത്. അതോടൊപ്പം ദുനിയാവിലെ ഉഖൂബത്തും ഖിസിയുമാണത്. ദുനിയാവിലെ ശിക്ഷയും ദുനിയാവിലെ അപമാനവുമാണത്. വലഹും അദാബുൻ അലീം അവർക്കുണ്ട് അദാബുൻ ശിക്ഷ, അലീമുൻ വേദനാജനകമായ ശിക്ഷ. നഊദു ബില്ലാഹി മിൻ അദാബിഹി ഐ ഫി ദാരിൽ ആഖിറ മുദാഫുൻ ഇലാ ഹാദ ദുനിയവി ثم മുദാഫുൻ ഇലാ ഹാദ ദുനിയവി ദുനിയാവിലെ ശിക്ഷയോട് കൂടെ ആഖിറത്തിലെ ശിക്ഷയുമുണ്ട്. ദുനിയാവിലെ ശിക്ഷ കൊണ്ട് മതിയായിട്ടില്ല. കാരണം എന്താ? കാഫിറായിട്ടാണ് മരിച്ചത്. ഒരു മുസ്ലിം അവന് ദുനിയാവിൽ ഒരു തെറ്റവൻ പ്രവർത്തിക്കുകയും എന്നിട്ട് അതിന്റെ ശിക്ഷ, അഥവാ ഒരു ഇസ്ലാമിക ഭരണകൂടം അയാളെ അതിന്റെ ഹദ് നടപ്പിലാക്കി, ആ കുറ്റത്തിന് ദീനിലെ ശിക്ഷ എന്താണോ അത് നടപ്പിലാക്കി. അയാൾ കട്ടു, അയാൾ കൈവെട്ടി, അല്ലെങ്കിൽ അയാൾ വ്യഭിചരിച്ചു, അയാൾക്കുള്ള ശിക്ഷ ഇസ്ലാമിക ഭരണകൂടം കൊടുത്തു. ഇങ്ങനെ ഉണ്ടായാൽ പരലോകത്ത് പിന്നെ അള്ളാഹു അയാളെ ശിക്ഷിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു ഗനിയാണ്. 2 തവണ ഒരേ തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കുന്നവനല്ല റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നാൽ ഇത് നോക്ക്, കാഫിറായി മുഖദ്ദിബായി അള്ളാഹുവിന്റെ നബിമാരെ നിഷേധിച്ചവനായി മരിച്ചുപോയവർ
അവർക്ക് ദുനിയാവിൽ ശിക്ഷ റബ്ബ് കൊടുത്തിട്ടുണ്ട്. വലഹും അദാബുൻ അലീം, വേദനയേറെ ശിക്ഷ പരലോകത്തുമുണ്ട്. ഫിറഔനും കൂട്ടർക്ക് സംഭവിച്ചതുപോലെ അള്ളാഹു ദുനിയാവിൽ അവരെ മുക്കിക്കൊന്നു, നിന്ദരാക്കി, അവരുടെ അധികാരവും എല്ലാം നശിപ്പിച്ചു. അവരടിച്ചപ്പുറത്തിയിരുന്ന ഖൗമിന് അവരുടെ അധികാരം റബ്ബ് കൊടുത്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? പരലോകത്ത് എന്താ അവസ്ഥ? അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യാ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അല്ലാഹു പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ, നരകത്തിന് മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും. ഗുദുവ്വൻ വഅശിയ്യാ, രാവിലെയും വൈകുന്നേരവും. ഖബറിലെ ശിക്ഷയാണത്, ഖബറിലെ ശിക്ഷയാണത്. മുങ്ങി നശിച്ചാലും കടലിൽ താണാലും കത്തിക്കരിഞ്ഞാലും ഒക്കെ അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷ അല്ലെങ്കിൽ ഖബറിലെ രക്ഷ ഉണ്ട്. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് കഴിവുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, ഖബറിലെ ശിക്ഷ ഹക്കാണ്. ഖുർആനിൽ അതിന് സൂചനകളുണ്ട്. എന്നിട്ടും മുസ്ലിം ഉമ്മത്തിലെ വൃത്തികെട്ട പല പിഴച്ച കക്ഷികളും അദാബുൽ ഖബറിനെ നിഷേധിക്കുന്നു, ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നു. അവരുടെ ബുദ്ധി രേഖയാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ പരിഹസിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ തെറ്റാണെന്ന് ഒരു മടിയുമില്ലാതെ പറയുന്നു. ഖബ്ബഹഹുമുല്ലാഹ്, അള്ളാഹു അങ്ങനെയുള്ളവരുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അതിനെ ചവിട്ടിമതിച്ച ആളുകളോട് നമുക്കൊരിക്കലും അവരോടൊരു മതിപ്പും നമുക്ക് തോന്നുകയില്ല. അവർ ജീവിച്ചിരുന്നാലും അവർ മരിച്ചാലും ഒന്നും ഒരു മതിപ്പും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ഈമാനുള്ള ഒരു മുഅ്മിനിന് അങ്ങനെയുള്ള ആളുകളോട് തോന്നുകയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബിന്റെ ഭാഗമാണ്, ഈ ദീനിനോടുള്ള കൂറിന്റെ ഭാഗമാണ്. അപ്പൊ നോക്ക്, ഫിറഔനും കൂട്ടർക്കും ഖബറിലെ ശിക്ഷയുണ്ട്. അതേപോലെ വയൗമ തഖൂമു സ്സാഅ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഖിയാമത്ത് നാൾ സംഭവിച്ചാലും ഫിറഔനെയും കൂട്ടരെയും അതിനേക്കാളും കടുത്ത ശിക്ഷയിൽ പ്രവേശിപ്പിക്കൂ എന്ന് അല്ലാഹു കൽപ്പിച്ചു. അല്ലാഹു ഖിയാമത്ത് നാളിൽ അതാണ് അവർക്ക് നൽകുക. ദുനിയാവിലെ ശിക്ഷയുടെ കൂടെയാണിത്. വലഹും അദാബുൻ അലീം. എന്നിട്ട് നോക്കൂ, അടുത്ത ആയത്തിൽ സുമ്മ അല്ലല ദാലിക, അതിന്റെ കാരണമാണ് പറയുന്നത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരലോകത്ത് നരകത്തിന് അർഹനായവനെ കൊണ്ടുവരും. അവൻ പറയും, റബ്ബേ, എനിക്ക് ദുനിയാവിലുള്ളതെല്ലാം നീ എടുത്തോളൂ, നീ അതെല്ലാം പ്രായശ്ചിത്തമായി എടുത്തുകൊണ്ട് എന്നെ മോചിപ്പിക്കണം, എന്റെ കുടുംബത്തെയും എല്ലാവരെയും മക്കളെയും ഒക്കെ എടുത്തിട്ട് എന്നെ മോചിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ അള്ളാഹു അവനോട് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കും, ഇതിനേക്കാളും എത്രയോ നിസാരമായ എളുപ്പമുള്ള കാര്യമായിരുന്നല്ലോ ദുനിയാവിൽ ഞാൻ നിന്നോട് കൽപ്പിച്ചത്, ഇത്രയൊന്നും ഇടങ്ങാറില്ല. എന്താ? എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക, എന്നിൽ പങ്കുചേർക്കാതിരിക്കുക. വളരെ എളുപ്പമാണ്. അള്ളാഹുവിനോട് മാത്രം ദുആ, അവനോട് മാത്രം ഇസ്തിഗാസ, അവനോട് ഏറ്റവും അടുത്ത അവന്റെ നബിയോ അവന്റെ മലക്കോ അവനോടടുത്ത അള്ളാഹുവിന്റെ വലിയോ ആരാകട്ടെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. ഇബാദത്തിന്റെ അംശം മറ്റുള്ളവർക്ക് കൊടുക്കൽ ശിർക്കാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ശിർക്ക് ചെയ്യാനാണ് പ്രയാസം. അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവും അതിനില്ല. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ ഒരുവൻ തീരുമാനിച്ചാൽ അവൻ താഴേക്ക് വീണു. ഫകഅന്നമാ ഖറ മിനസ്സമാ, മുകളിൽ നിന്ന് താഴേക്ക് വീണവനെ പോലെയാണ് അവന്റെ അവസ്ഥ. റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ മുകളിലായിരുന്നു, ഉന്നതിയിലും അന്തസ്സിലുമായിരുന്നു. റബ്ബല്ലാത്തവരെ പിടിച്ചപ്പോ ഫകഅന്നമാ ഖറ മിനസ്സമാ ഫതഖ്തഫഹു അത്തയ്റു ഔ തഹ്വീ ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്, ഒന്നുകിൽ അവനെ വല്ല പക്ഷികളും കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നു, പറിച്ചു കൊണ്ടുപോകുന്നു. ഔ തഹ്വീ ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്, അല്ലെങ്കിൽ കാറ്റവൻ ഏതെങ്കിലും വിദൂരമായ സ്ഥലത്ത് കൊണ്ടുപോയി തള്ളുന്നു. ഛിന്ന ഭിന്നമായി പോയി, ആള് കഷ്ണ കഷ്ണമായി പോയി. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവൻ സുബ്ഹാനല്ലാഹ്, അവൻ ഇസ്സത്തിലാണ്, അവൻ അന്തസ്സിലാണ്. റബ്ബിന്റെ മുന്നിൽ മാത്രം തലകുനിക്കുന്ന, റബ്ബിൽ മാത്രം തവക്കുലാക്കിയ മുഅ്മിൻ അവൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തിലാണ്. അവിടുന്ന് ചോദിച്ച ചോദ്യം എന്താ? ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, നിങ്ങൾ പറ, ആരാണ് നിർഭയത്വത്തോടെ ജീവിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളവർ, നിങ്ങളോ ഞാനോ? നിങ്ങൾ ഈ ഇലാഹുകളെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയോ? അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ,
നിങ്ങൾ പറ, ആർക്കാണ് നിർഭയത്വത്തോടെ ജീവിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത്? തൊട്ടടുത്ത ആയത്താണ് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണ് അല്ലാഹ് ഈമാൻ സ്വീകരിക്കുകയും മുഅ്മിനുകളാവുകയും ആ ഈമാനിൽ ദുൽമ് അക്രമം കലർത്താതിരിക്കുകയും ചെയ്തവർ. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് സഹാബത്തിന് പ്രയാസം ഉണ്ടായത്. അവർ ബേജാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞങ്ങൾ ആരാണ് നബി അക്രമം ചെയ്യാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കമാ തദുന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ആ ആയത്തിൽ ദുൽമ് എന്നാൽ ആ അബ്ദുസ് സാലിഹ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് ചെയ്യരുതെന്ന് പറഞ്ഞ ദുൽമാണ് അവിടുത്തെ ഉദ്ദേശം. ഇന്ന ശിർക ലദുൽമുൻ അദീം. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. ലുഖ്മാൻ മകനോട് ഉപദേശിച്ച സന്ദർഭം, എന്റെ കുഞ്ഞുമോനെ നീ അള്ളാഹുവിൽ പങ്കുചേർക്കരുതേ. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് ഏറ്റവും ഘോരമായ മാരകമായ ദുൽമാകുന്നു, അക്രമമാകുന്നു. ആ ദുൽമ് ഈമാനിൽ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ അവർക്കാണ് ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വവും, വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായ ആളുകൾ. അതിന്റെ മറുവശമാണ് ഇത് മൽഫൂളാണെങ്കിൽ അതിന്റെ മഫ്ഹൂമാണ്. മൽഫൂൾ എന്ന് പറഞ്ഞാൽ ആയത്തിന് നേരെ കിട്ടുന്ന അർത്ഥം. മഫ്ഹൂം എന്താ? അതിന്റെ മറുവശം, അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണത്. പക്ഷെ അതൊന്ന് ആലോചിക്കണം. അതെന്താ? അള്ളാഹുൽ പങ്കുചേർത്തവന് പിന്നെ അമ്നുമില്ല, ഹിദായത്തുമില്ല. അവനുള്ളത് ഖൗഫും എല്ലാ അള്ളാഹു അല്ലാത്ത പലരെയും പേടിക്കേണ്ട അവസ്ഥ. അതേപോലെ ദലാല, വഴികേടുമാണ് അവനുള്ളത്. അപ്പൊ നോക്ക്, മുഅ്മിൻ അവൻ അന്തസ്സിലാണ്, അവൻ ഉയർച്ചയിലാണ്, നിർഭയത്വത്തിലും അന്തസ്സിലുമാണ് മുഅ്മിൻ ജീവിക്കുക. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد. ഇബ്നു കസീർ പറയുന്നു, അവരിലേക്ക് നബിമാർ വന്നു. ذلك بأنه, കാരണം എന്തെന്നാൽ كانت تأتيهم, അവരിലേക്ക് വന്നിരുന്നു, റുസുലുഹും, അവരുടെ റസൂലുകൾ, അള്ളാഹു അയച്ച നബിമാർ. ذلك بأنه, കാരണം كانت تأتيهم, അവരിലേക്ക് വന്നിരുന്നു, റസൂലുഹും, അവരുടെ നബിമാർ, അവരുടെ റസൂലുകൾ, അഥവാ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ച അവന്റെ ദൂതന്മാർ, ബിൽ ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകളുമായി. ഇബ്നു കസീർ പറഞ്ഞു, ഐ ബിൽ ഹുജജി വദ്ദലാഇൽ വൽ ബറാഹീൻ, വ്യക്തമായ തെളിവുകൾ. തെളിവ് എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ തന്നെ അതിന്റെ അർത്ഥം വെളിച്ചം എന്നാണ്. വെളിച്ചം, ഒരു വഴി കാണാനുള്ള വെളിച്ചം, അതിനാണ് തെളിവ് എന്ന് പറയാം. തെളി അതങ്ങനെ തന്നെയാണ്. അറബിയിലും ദലീൽ, ബുർഹാൻ എന്നൊക്കെ പറഞ്ഞാൽ വെളിച്ചം എന്നാണ് ഉദ്ദേശം. ഖറാ, വെളിച്ചത്തിലൂടെ കാണാം ഏതാണ് സന്മാർഗമെന്ന്. അതിനാണ് തെളിവ് എന്ന് പറയുക. ആ തെളിവുകളുമായി, വ്യക്തമായ രേഖകളുമായി അള്ളാഹു റസൂലുകൾ അവരിലേക്ക് അയച്ചു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അബശറുൻ, ഒരു ബഷറാണോ? ബഷർ എന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. ബഷർ എന്ന് മനുഷ്യന് പേര് വരാനുള്ള കാരണം, ഭാഷയിൽ അതിന്റെ കാരണം അവന്റെ ബഷറ അഥവാ തൊലി വ്യക്തമായി കാണുന്നതിനാണ്. ബാക്കിയുള്ള മൃഗങ്ങളെ വെച്ച് നോക്കിയാൽ അതിനൊക്കെ രോമങ്ങൾ കൂടുതലാണല്ലോ പൊതുവെ. എന്നാൽ മനുഷ്യന് അവന്റെ തൊലി വ്യക്തമായി കാണുന്നു എന്ന അർത്ഥത്തിലാണ് അറബിയിൽ ആ അസ്ൽ, ആ പേര്, ഭാഷയിൽ ആ പേര് വന്നത് അങ്ങനെയാണ്. ബഷർ. അബഷറുൻ യഹ്ദൂനന, മനുഷ്യനാണോ യഹ്ദൂനന, ഞങ്ങളെ സന്മാർഗത്തിലാക്കുന്നത്? ഐ, ഇബ്നു കസീർ പറഞ്ഞു, ഇസ്തബഅദു അൻ തകൂന الرسالة في البشر, മനുഷ്യന്മാരെ അല്ലാഹു അവന്റെ ദൂതുമായി, റിസാലത്തുമായി അയക്കുക എന്നത് നടക്കുകയില്ല എന്നവർ ജൽപ്പിച്ചു. വഅയ്യകൂന ഹുദാഹും അലാ യദി ബശരിൻ മിസ്ലിഹിം, അവരെ പോലെയുള്ള മനുഷ്യന്മാരുടെ കയ്യിലാണ് അവർക്കുള്ള സന്മാർഗം കൊടുക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല. അത് കിബറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഭൂമിയിൽ നടക്കുന്നത് മലക്കുകളാണെങ്കിൽ നാം റസൂലായി ആരയക്കും? മലക്കിനയക്കും. പക്ഷെ ഭൂമിയിൽ അള്ളാഹു മനുഷ്യനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യർക്ക് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് എങ്ങനെ ജീവിക്കണമെന്ന് നബിമാർ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് ഏറ്റവും നല്ല അധ്യാപനവും വിശദീകരണവും. കിതാബ് ഇങ്ങനെ വിവരിച്ച് കുറെ പ്രത്യയശാസ്ത്രവും തത്വങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ഖൈർ എന്താ? ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് അള്ളാഹുവിന്റെ നബിമാർ ഏറ്റവും
സാലിഹുകളായ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെട്ട ഏറ്റവും സത്യസന്ധരായ ഏറ്റവും നന്മയുടെ ആളുകളായിരുന്ന അള്ളാഹുവിന്റെ നബിമാർ അങ്ങനെയാണ് ചെയ്തത് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഫകഫറു വതവല്ലൗ, അങ്ങനെ അവർ നിഷേധിച്ചു, കാഫിറുകളായി. വതവല്ലൗ, അവർ തിരിഞ്ഞു കളഞ്ഞു. ഇബ്നു കസീർ പറഞ്ഞു ഐ കദ്ദബു ബിൽ ഹഖ് വനക്കലു അനിൽ അമൽ, സത്യത്തെ നിഷേധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തു. വസ്തഗനല്ലാഹ്, അപ്പോൾ അള്ളാഹു ഇസ്തിഗ്നാ ചെയ്തു എന്ന് പറഞ്ഞാൽ അൻഹും, അവരിൽ നിന്ന്. അസ്തഗനല്ലാഹു അൻഹും, അഥവാ അവരിൽ നിന്ന് അള്ളാഹു ഗിനയുള്ളവനായി, അവരുടെ റബ്ബിന് ആവശ്യമില്ല, അള്ളാഹു അവർ ഒഴിവാക്കി. വല്ലാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹു ഗനിയാണ്, ഹമീദാണ്. അവൻ എല്ലാ സമ്പത്തിന്റെയും എല്ലാ ഐശ്വര്യത്തിന്റെയും ഉടമസ്ഥനുമാണ്, അതെല്ലാം ഏറ്റവും നന്നായി ഉള്ളവനും. ഹമീദുൻ, എല്ലാ ഹംദിനും അർഹനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനെല്ലാ ഹംദിനും അർഹനാണ്. സഅമൽ ലദീന കഫറൂ അല്ലൻ യുബഅസൂ ഖുൽ ബലാ വറബ്ബീ ലതുബഅസുന്ന ثم ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. സഅമൽ ലദീന കഫറൂ, കാഫിറുകൾ ജൽപ്പിച്ചു, അവർ വാദിച്ചു. സഅമ വാദിച്ചു, ജൽപ്പിച്ചു. ഇല്ലാത്തത് വാദിക്കുന്നതിനാണ് കൂടുതൽ സഅമ എന്ന് പറയുക. ചില സമയത്ത് സത്യം പറയുന്നതിനും സഅമ എന്ന് പറയാറുണ്ട്. സഅമൽ ലദീന കഫറൂ, കാഫിറുകൾ ജൽപ്പിച്ചു, അവർ വാദിച്ചു. അല്ലൻ യുബ്അസൂ, ഒരിക്കലും അവർ ബഅസിന് വിധേയരാവുകയില്ല, അഥവാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന്. ലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും നടക്കില്ല എന്നാണ്. അല്ലൻ യുബ്അസൂ, ഒരിക്കലും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നവർ വാദിച്ചു. ഖുൽ, പറയൂ നബിയെ, ബലാ വറബ്ബി, അല്ല, എന്റെ റബ്ബ് തന്നെ സത്യം. ഇങ്ങനെ റബ്ബാണ് സത്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു ഖുർആനിൽ 3 സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 3 ഖിയാമത്തിനെ നിഷേധിക്കുന്നവർക്ക് മറുപടിയാണ്. ഖിയാമത്ത് നടക്കുമോ എന്ന് ചോദിച്ചവർക്ക് ഉള്ള മറുപടി, നടക്കുകയില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി, അതിൽ സംശയം പ്രകടിപ്പിച്ചവർക്കുള്ള മറുപടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു എന്തു പറയാൻ പറഞ്ഞത് ഖുർആനിൽ? എന്റെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞ് പറയാൻ അള്ളാഹു കൽപ്പിച്ചത്. ഒന്നിവിടെയാണ്. രണ്ടാമത്തേത് സൂറത്തു യൂനുസിൽ അള്ളാഹു പറഞ്ഞു വയസ്തംബിഊനക അഹഖുൻ ഹു ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖ് വമാ അൻതും ബിമുഅ്ജിസീൻ. അവർ നിന്നോട് അന്വേഷിക്കുന്നു, അഹഖുൻ ഹു, സത്യം തന്നെയാണോ? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? ഖുൽ ഈ വറബ്ബി, പറയുക എന്റെ റബ്ബ് തന്നെ സത്യം. ഇന്നഹു ലഹഖ്, ഇത് സത്യം തന്നെയാണ്. വമാ അൻതും ബിമുഅ്ജിസീൻ, അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാനോ അവനെ പരാജയപ്പെടുത്താനോ നിങ്ങൾക്ക് സാധ്യമല്ല. രണ്ടാമത്തെ സൂറത്തു സബഇൽ അള്ളാഹു പറഞ്ഞു വഖാലല്ലദീന കഫറൂ ലാ തഅതീന അസ്സാഅ ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമുൽ ഗൈബ്. അള്ളാഹു പറഞ്ഞു വഖാലല്ലദീന കഫറൂ, കാഫിറുകൾ പറഞ്ഞു ലാ തഅതീന അസ്സാഅ, ഖിയാമത്ത് നാൾ നമുക്ക് സംഭവിക്കുകയില്ല, നമ്മിലേക്ക് വരികയില്ല. ഖുൽ, പറയൂ നബിയെ, ബലാ വറബ്ബി, എന്റെ റബ്ബ് തന്നെ സത്യം. ലതഅതിയന്നകും ആലിമുൽ ഗൈബ്, ആലിമുൽ ഗൈബായ എന്റെ റബ്ബ് തന്നെ സത്യം, അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. സൂറത്തു യൂനുസിലും സൂറത്തു സബഇലും ഈ സൂറത്തു തഗാബുനിലും ഖുൽ ബലാ വറബ്ബി, എന്റെ റബ്ബ് തന്നെ സത്യം. ലതുബഅതുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ബഅസിന്, പുനരുദ്ധാനത്തിന് വിധേയരാവുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന, പിന്നീട് നിങ്ങൾ വിവരമറിയിക്കപ്പെടുക തന്നെ ചെയ്യും. ബിമാ അമിൽതും, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച്. അപ്പൊ നോക്ക്, ഇതുവരെ എങ്ങനെ പറഞ്ഞത്? ലതുബഅതുന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആരാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് വിവരം അറിയിക്കപ്പെടും. ആരാണ് നിങ്ങൾ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞില്ല. പക്ഷേ ശേഷം നോക്ക്, അള്ളാഹുവിന്റെ മനോഹരമായ ശൈലി, വദാലിക അലല്ലാഹി യസീർ, അതൊക്കെ അള്ളാഹ്ക്ക് വളരെ എളുപ്പമാണ്. വദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് അത് എളുപ്പമാണ്. മാ ഖൽഖുകും വലാ ബഅസുകും ഇല്ലാ കനഫ്സിൻ വാഹിദ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഒരൊറ്റൊരാളെ ജീവിപ്പിക്കുന്നത് പോലെ മാത്രമാണ് നിങ്ങളെല്ലാവരും പടക്കലും നിങ്ങളെല്ലാവരെയും ജീവിപ്പിക്കലും. അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. അവനെങ്ങനെ പ്രയാസമുണ്ടാകാനാണ്? അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ, നിങ്ങളെ പടക്കാനാണോ പ്രയാസം, കടുപ്പം? അല്ല, ആകാശത്തെയാണോ? ഒന്ന് നോക്ക്, അള്ളാഹു ഒന്നിനും ഒരു പ്രയാസമില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് നടക്ക്, സംഭവിക്കൂ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോൾ അത് സംഭവിക്കും. അതാഉഹു കലാം, തൊട്ടാണ് പണ്ഡിതന്മാർ റബ്ബിനെ കുറിച്ച് പറഞ്ഞത്. അതാഉഹു കലാം, അവന് നിനക്ക് എന്ത് തരണമെങ്കിലും, നീ റബ്ബിനോട് എന്ത് ചോദിച്ചാലും, റബ്ബ് നിനക്ക് എന്ത്
എന്താകട്ടെ, എത്ര വലുതാകട്ടെ, റബ്ബ് നിനക്ക് തരണമെങ്കിലും എന്തേ വേണ്ടുള്ളൂ? അതാഉഹു കലാം. അവൻ തരാൻ ഉദ്ദേശിച്ചാൽ അവൻ എന്തേ വേണ്ടുള്ളൂ? പറയുകയേ വേണ്ടുള്ളൂ. കുൻ എന്ന് പറയുകയേ വേണ്ടുള്ളൂ, അത് സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് എത്ര വലുതാകട്ടെ ചോദിക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല, അത് നടക്കൂ എന്ന് സംശയിക്കേണ്ടതില്ല. അള്ളാഹു കഴിവുള്ളവനാണ്. വദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാകുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.